ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മളിത് ഇവിടെ ഈ റോഡ് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാലൊക്കെ മനസ്സിലാകും. ഇത് എത്രയോ 1000-ലധികം വർഷങ്ങൾ പഴക്കമുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതിൻ്റെ കോമ്പൗണ്ട് തന്നെ വലിയ കോമ്പൗണ്ടാണ് കേട്ടോ. ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇവിടെ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്പോഴൊക്കെ വീഡിയോ എടുത്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു രണ്ടും കൽപ്പിച്ചാൽ അവിടെ അപ്ലോഡ് ചെയ്തേക്കാമെന്ന്. അപ്പോൾ ഈ കോവിലിൻ്റെ പേര് ചെന്നിമലൈ മുരുകൻ കോവിൽ എന്നാണ്. അപ്പം ഇവിടെ ഒരു നമ്മുടെ ഈ തമിഴ്നാട്ടിലെ ഏറ്റവും ഫേമസ് ആയ കോവിൽ തന്നെയാണ്. പിന്നെ ഇവിടെ നമ്മുടെ പഴനിയിലേക്കാളും അധികം സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ പടികൾ കയറി വരുമ്പോൾ നമ്മൾ 1340 പടികളുണ്ട്. അങ്ങനെ ഞങ്ങൾ പടികൾ കയറി വന്നിട്ടുമുണ്ട്, അല്ലാതെ തന്നെ ഇതുപോലെ വണ്ടിയിൽ പോയിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിവിടെ വൈകുന്നേരമാണ് പോയത്. അപ്പോൾ ഇവിടെ രാത്രി ഒരു 7-7:30 മണിയോട് കൂടെ ഇവിടെ ഒരു രഥം എഴുന്നള്ളിപ്പ് ഒരു ആചാരമുണ്ട്. അവിടെ കണ്ടില്ലേ, മുരുകൻ്റെ വിഗ്രഹമാണ് അതിൻ്റെ ഉള്ളിൽ. അപ്പം ഈ രഥം, ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുകളുടെ ഒരു വഴിപാടായിട്ടാണ് ഈ രഥം എഴുന്നള്ളിപ്പ് നടത്തുന്നത്. അപ്പോൾ അവരാണ് ഈ തലപ്പാവൊക്കെ കെട്ടിയിട്ട് നിൽക്കുക. അപ്പോൾ അവർ ഫ്രണ്ടിൽ വലിക്കും, ബാക്കി ഉള്ള ആളുകൾ പിന്നിൽ നിന്ന് തള്ളി കൊടുക്കും. അപ്പം നമ്മൾ ഈ പോയത് ശബരിമല ആ സീസണിലായിരുന്നു. അപ്പോൾ ഒരുപാട് സ്വാമിമാരുണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പം ഈ രഥ എഴുന്നള്ളിപ്പ് എന്നും നടക്കുന്നൊരു വഴിപാടാണ് കേട്ടോ. വഴിപാട് നമ്മൾ ചീട്ടാക്കിയിട്ട് എന്തോ ചെയ്യുന്നതാണ്. അപ്പം ഇത് എന്നും നടക്കുന്നതാണെങ്കിൽ പോലും ഓരോ ദിവസവും ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയായിട്ടാണ്, വാദ്യവും ഘോഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളിത് എഴുന്നള്ളിക്കുക. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പുറത്തുനിന്ന് വന്നവരാണ്, അല്ലെങ്കിൽ വഴിപാട് ഷീട്ടാക്കാത്തവരാണ്, അതുകൊണ്ട് മാറ്റി നിർത്തുക എന്നുള്ള ഒരു പരിപാടി ഇവിടെ ഇല്ല കേട്ടോ. നിങ്ങൾ കണ്ടല്ലോ, രഥം പിന്നിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും കൈവച്ച് തള്ളി കൊടുക്കാം. അത് വഴിപാടായി ഷീട്ടാക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ മാറി നിൽക്കുന്നവരെ കണ്ടാൽ പോലും അവർ നമ്മളെ മാടി വിളിക്കും കേട്ടോ, നിങ്ങളും വരൂ. അതൊരു പുണ്യമായ പ്രവൃത്തിയായിട്ടാണ് ഇവരെല്ലാവരും കാണുന്നത്. നമ്മളും അങ്ങനെ തന്നെ. അങ്ങനെ രഥം എഴുന്നള്ളിപ്പും കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ ഏകദേശം 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ഞങ്ങൾ സ്റ്റെപ്പ് കയറി പോയതിൻ്റെ വീഡിയോസും കൂടെ അതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്, രണ്ട് വീഡിയോ മാത്രം. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.